വേടൻ ഒരു പ്രതിഭാസമായി മാറിയപ്പോൾ വേടനെ പരിഹസിച്ച് വന്ന സോഷ്യൽ മീഡിയ കമന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു. വേടനെ ഇനി ഗവേഷണ പഠനത്തിനും വേടന്റെ പാട്ടും കവിതയൊക്കെ വരാമല്ലോ ഇങ്ങനെ പോയാൽ. അങ്ങനെ വന്ന വിമർശനത്തിന്റെ ഹേതു കാരണം എന്ന് പറയുന്നത് വേടന്റെ കവിതകളെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളോട് ചിലർ ഉപമിച്ച് ചില FB പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ട് ചിലര് വന്നിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എവിടെ, വേടൻ എവിടെ എന്ന് പറഞ്ഞ് ഒരു താരതമ്യം പോലും അർഹിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില കമന്റുകൾ വന്നു. ഞങ്ങളിവിടെ ബാലചന്ദ്ര ചുള്ളിക്കാടിനെ വേടനുമായിട്ട് താരതമ്യം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ചുള്ളിക്കാടിന്റെ കവിതകൾ അത് വേറൊരു തലം, ഒരു ഡയമെൻഷൻ. വേടന്റെ കവിതകൾ മറ്റൊരു ഡയമെൻഷൻ, മറ്റൊരു തലം. അതിന് രണ്ടിനും രണ്ടിൻ്റെതായ വ്യക്തിത്വമുണ്ട്, നിലനിൽപ്പുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേടനെ ചുള്ളിക്കാടിനോടോ ചുള്ളിക്കാടിനെ വേടനോടോ താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. രണ്ടും രണ്ടു വഴിയാണ്. രണ്ടിനും അതിൻ്റെതായ മൗലികതയുണ്ട്, കവിതയായാലും പാട്ടായാലും. ചുള്ളിക്കാട് കവിതകൾ എഴുതി, വേടൻ എഴുതുന്നത് കവിതയും പാട്ടും രണ്ടും സ്വഭാവം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ രണ്ടും രണ്ട് ലോകമാണ്. അപ്പൊ അന്ന് ബാലേന്ദ്ര ചുള്ളിക്കാടിന്റെ കവിതകളെ കുറിച്ചൊരു PhD തീസിസ് വരെ തയ്യാറാക്കുന്ന മലയാളത്തിൽ ഇനി നാളെ വേടന്റെ കവിതകളെ ഇനിയും വല്ല PhD തീസിസ് ആക്കുമോ, യൂണിവേഴ്സിറ്റികളിൽ ഇനി പഠിപ്പിച്ചു തുടങ്ങുമോ എന്ന് ചോദിച്ച് പരിഹസിച്ചവരോട് ഞങ്ങളുടെ മറുപടി ലെഫ്റ്റ് വോയിസിന്റെ 2 യൂണിവേഴ്സിറ്റികളിൽ അതിലൊന്നിൽ വേടന്റെ കവിതകൾ പഠിപ്പിക്കാൻ സർവകലാശാല തീരുമാനിച്ചു. മൈക്കൽ ജാക്സനുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ 2 ഒരു ഫോട്ടോഗ്രാഫറുടെ, ഫോട്ടോ എഡിറ്ററുടെ ഫോട്ടോ സെഷനുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം കാലം മാറുകയാണ്. പണ്ടത്തെ കവിത, കഥ, നോവൽ ചർച്ചയ്ക്കപ്പുറം ബിരുദ വിദ്യാർത്ഥികളും ബിരുദാനന്തര വിദ്യാർത്ഥികളും ഗവേഷക വിദ്യാർത്ഥികളും ഒക്കെ പുതിയ ട്രെൻഡ്, റീൽസ്, സോഷ്യൽ മീഡിയയിലെ മറ്റ് ടൂൾസ്, പോഡ്കാസ്റ്റ്, റീൽസ്, അതേപോലെ വേടൻ കവിതകൾ, അതേപോലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ ഫോട്ടോ കളക്ഷൻസ്, ഇതൊക്കെ പഠിക്കുന്ന പഴയ കഥയും കവിതയും മാത്രമല്ല താരതമ്യ സാഹിത്യ പഠനം എന്ന നിലയിലേക്ക് സിലബസുകൾ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ പരിഷ്കരിക്കുന്നു. യൂണിവേഴ്സിറ്റികൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നു. അതുകൊണ്ടാണ് ഈ വർഷം വേടന്റെ കവിത പോലും പഠനശാഖയിൽ സിലബസിൽ ഉൾപ്പെടുത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിന്റെ ഒരു എക്സാമ്പിള് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന കവിത പാട്ട്. വേടൻ എഴുതി ചിട്ടപ്പെടുത്തി പാടുന്ന പാട്ട്, ഭൂമി ഞാൻ വാഴുന്നിടം. ആ കവിത ദേ ഡോണ്ട് കെയർ അസ്, മൈക്കൽ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന കവിത പാട്ടുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം ബിരുദ കോഴ്സിൽ 4 വർഷം പുതുക്കിയ 4 വർഷ ബിരുദ കോഴ്സിൽ, നേരത്തെ 3 വർഷം എന്നുള്ളപ്പോൾ പുതുക്കിയല്ലേ UGC നോംസ് പ്രകാരം, 4 വർഷ ബിരുദ കോഴ്സിൽ 4ാം സെമസ്റ്ററിൽ ഇതിന്റെ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ആണ് ഇപ്പോൾ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേടനെ പരിഹസിച്ചവരോട് ഞങ്ങൾ ചോദിക്കട്ടെ. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേടന്റെ കവിത പാട്ട് പഠന വിഷയമാവുന്നു മൈക്കൽ ജാക്സന്റെ പാട്ടുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട്. അതേപോലെ വെബ് സീരീസുകൾ, വളരെ നിലവാരം പുലർത്തുന്ന വെബ് സീരീസുകൾ, റീൽസ്, പോഡ്കാസ്റ്റ് എന്നുള്ളതുമൊക്കെ പഠന വിഷയമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് മലയാളം കോഴ്സുകളിൽ, ബിരുദ കോഴ്സുകളിൽ, 4 വർഷ കോഴ്സുകളിൽ, സെമസ്റ്ററുകളിൽ പഠന വിഷയമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. പരിഹസിച്ചവർക്ക് ഇപ്പൊ എന്താണ് അഭിപ്രായം ബാക്കിയുള്ളത്? അപ്പൊ വേടനെ നിങ്ങൾ ചെറുതാക്കി കണ്ടു. ഞങ്ങൾ പറഞ്ഞു വേടൻ ഒരു പ്രതിഭാസമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. ബാലേന്ദ്ര ചുള്ളിക്കാട് മലയാള കവിതയിലെ ഒരു പ്രതിഭാസമാണ്. അതുപോലെ വേടൻ റാപ്പർ എന്ന നിലയ്ക്ക് മലയാളത്തിൽ നിന്ന് വന്നൊരു പ്രതിഭാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ചങ്ങമ്പുഴ ഒരു പ്രതിഭാസമായിരുന്നു. പ്രതിഭാസങ്ങൾ അങ്ങനെ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. ചങ്ങമ്പുഴ MA മലയാളത്തിന് പഠിക്കുമ്പോൾ ചങ്ങമ്പുഴ ആ ക്ലാസ്സിലെ വിദ്യാർത്ഥി.
ചങ്ങമ്പുഴ എഴുതിയ കവിത, ചങ്ങമ്പുഴ MA വിദ്യാർത്ഥിയായ ക്ലാസ്സിൽ ഒരു പ്രൊഫസർ വന്ന് ചങ്ങമ്പുഴയെ പഠിപ്പിക്കുന്നു. എന്തൊരു മഹാത്ഭുതമാണത്! അതാണ് പ്രതിഭാസം എന്ന് പറയുന്നത്. ആ ഭാഗ്യം മലയാളത്തിലെ എത്ര എഴുത്തുകാർക്ക്, എത്ര കവികൾക്ക്, എത്ര കഥാകൃത്തുകൾക്ക്, നോവലിസ്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വേടൻ സ്കൂളിൽ +2 പഠനം നിർത്തി, പിന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല, ദാരിദ്ര്യം, പട്ടിണി, കൂലിവേലയ്ക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. അങ്ങനെയാണ് വേടൻ എന്നുള്ള വെളിപ്പേര് വീണത്, കളിയാക്കി. പിന്നെ നിർമ്മാണ ജോലിക്ക്, വാർപ്പ് പണിക്ക് പോയി. +2 വരെ കഷ്ടിച്ച് പഠിച്ചുള്ളൂ. പിന്നെ കോളേജിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് വേടന്റെ കവിതകൾ കോളേജിൽ പഠിപ്പിക്കുന്നു. ഇപ്പൊ വേടൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് സങ്കല്പിക്കുക. കഴിഞ്ഞ 3 കൊല്ലം 4 വർഷ ബിരുദ പഠനത്തിനിടയിൽ ആ സമയത്ത് വേടന്റെ കവിത സിലബസിൽ പാട്ട് വന്നു കഴിയുമ്പോൾ അത് വേടന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അതല്ലേ? ചങ്ങമ്പുഴയ്ക്കുണ്ടായൊരു നേട്ടം അതിനുശേഷം വേടന് കിട്ടുമായിരുന്നു. പക്ഷെ പഠിക്കാൻ കഴിഞ്ഞില്ല. ചുള്ളിക്കാട് വേറൊരു ജോണറാണ്, അത് വേറൊരു ജനുസാണ്. ഓരോരുത്തരെയും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ചങ്ങമ്പുഴയല്ല ചുള്ളിക്കാട്, ചുള്ളിക്കാടല്ല കടമ്മനിട്ടയല്ല വേടൻ. ഇതിനൊക്കെ ഓരോരോ മൗലിക തലങ്ങൾ, ഡയമെൻഷൻസ് വേറെയുണ്ട്. അതിനെ മാനിക്കാൻ ഓരോ മലയാളിക്ക് കഴിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ മധുരാജിന്റെ എൻഡോസൾഫാൻ സീരീസ്, ഫോട്ടോ സീരീസ്, അദ്ദേഹം മാതൃഭൂമിയുടെ ഫോട്ടോ എഡിറ്ററാണ് മധുരാജ്. ഞാൻ മാതൃഭൂമിയിൽ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന കാലത്ത് അന്ന് എന്നോടൊപ്പം സഹപ്രവർത്തകരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, മധുരാജും ഞാനും. ഞാൻ ആ ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അന്നേ എനിക്ക് തോന്നി എത്രയോ ഗിഫ്റ്റഡ്, ടാലൻ്റുള്ള, കഴിവുള്ള, പ്രതിഭയുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് മധുരാജ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് അദ്ദേഹം എടുത്ത ഓരോരോ ചിത്രങ്ങൾ ഞാനിങ്ങനെ നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള, തുടക്കത്തിലെ ട്രെയിനിയായിട്ട് മധുരാജ് വരുന്ന കാലം മുതൽ മാതൃഭൂമിയിൽ മധുരാജുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞാനന്ന് കോഴിക്കോട് 6 കൊല്ലം, മാതൃഭൂമിയിൽ 5-5.5 കൊല്ലം വർക്ക് ചെയ്തൊരു കാലയളവിൽ. പിന്നീട് മധുരാജിനെ പലപ്പോഴും ഞാൻ മാതൃഭൂമി വിട്ടു പോകുന്നതിന് ശേഷം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പല അംഗീകാരമുണ്ട്. മധുരാജിന്റെ എൻഡോസൾഫാൻ സീരീസ് ഫോട്ടോ ഫീച്ചർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഈ പറയുന്ന 4 വർഷ ബിരുദ കോഴ്സിന് ഫോട്ടോ ഫീച്ചർ പഠിക്കാൻ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാലം മാറി എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. 2010 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഫോട്ടോ സീരീസ് ആണ് പഠന വിഷയമായിട്ട് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്നത്. കാലം മാറുന്നു, കാറ്റുമാറി വീശുന്നു. ഇനിയും പുതിയ പ്രതിഭകൾ വരും. ചങ്ങമ്പുഴയെ പോലെ, ചുള്ളിക്കാടിനെ പോലെ, വേടനെ പോലെ, മധുരാജിനെ പോലെ വിവിധ മേഖലകളിൽ, കലാ സാംസ്കാരിക മേഖലകളിൽ, സാഹിത്യ മേഖലകളിൽ, അതുപോലെ പുതിയ പുതിയ സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിൽ പുതിയ താരങ്ങൾ ഉദിച്ചുയരും. അവരെ പറ്റി നമ്മൾ പഠിക്കണം. അതിനനുസരിച്ച് നമ്മുടെ സിലബസ് പരിഷ്കരിക്കണം. സർവകലാശാല സിലബസ്, സ്കൂൾ സിലബസുകൾ ഒക്കെ പരിഷ്കരിച്ചിട്ട് മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ വേടന്റെയും മധുരാജിന്റെയും മൈക്കിൾ ജാക്സന്റെയും ഒക്കെ പാട്ടുകളും ഫോട്ടോകളും ഒക്കെ പഠന വിഷയമാക്കാൻ യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയത്. ഇതൊരു മുന്നോട്ടുള്ളൊരു യാത്രയാണ്. നമ്മൾ അതിനെ അങ്ങനെ കാണും.